ഇന്ന് ഞങ്ങളുടെ ഋഷിക മോൾക്ക് തുലാഭാരം നടത്താൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. കാലത്തൊരു 7-7:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. ഞങ്ങളുടെ അവിടെ നിന്നൊരു 1 മണിക്കൂർ യാത്രയുണ്ട് അമ്പലത്തിലേക്ക്. അവിടെ തന്നെയാണ് ഞങ്ങളുടെ അമ്മ വീടും. അവിടെ ഇപ്പോൾ ആരും താമസമൊന്നുമില്ല. വല്യമ്മയും വല്യച്ഛനും ഒക്കെ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് തുലാഭാരം നടത്താനുള്ള കൊലയൊക്കെ വാങ്ങിയത്. കുട്ടീനെ രാവിലെ കുളിപ്പിച്ച് മാത്രമേ വണ്ടിയിൽ കയറ്റിയുള്ളായിരുന്നു. പൊട്ടും ഒന്നും കുത്തിയിട്ടില്ലായിരുന്നു. കണ്ണും പിരികവും ഒന്നും എഴുതാത്തതിനാൽ വെറുതെ 2 പൊട്ട് കവിളത്തും നെറ്റിക്കും വെച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. 1500 വർഷത്തിന് മേൽ ഈ അമ്പലത്തിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ശിവപാർവതിമാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊടുക്കാനായിട്ട് ഒരു ഓണമുണ്ട് വാങ്ങിയിരുന്നു. അത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഉടുപ്പിച്ചു. അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവസാനം എങ്ങനെയൊക്കെയോ ഉടുപ്പിച്ചെടുത്തു. അവൾ എന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. തുലാഭാരം നടത്താനായി അമ്പലത്തിലെ ആളുകൾ വന്നിരുന്നു. അതിൽ ഒരു തോർത്തുമുണ്ട് വിരിച്ച് ത്രാസിൽ കുട്ടീനെ കിടത്താനായിട്ട് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മെല്ലെ കൊണ്ടുപോയി അവളെ അതിൽ കിടത്തി. എന്തപ്പം ഉണ്ടായേ എന്നുള്ള രീതിയിലാണ് അവൾ. എങ്ങനെ ആകെ പേടിച്ചു. ഒന്നാമത് പരിചയമില്ലാത്ത ആൾ കാണുമ്പോൾ അവൾക്കൊരു പേടിയുള്ളതാണ്. പക്ഷേ കരഞ്ഞൊന്നുമില്ല കേട്ടോ. കിടന്നിട്ട് ആളുടെ മുഖത്തോട്ട് നേരെ ഇങ്ങനെ നോക്കി കിടക്കുകയായിരുന്നു അവൾ. തുലാഭാരം കഴിയുന്നിടയും വരെ അങ്ങനെ തന്നെ കിടന്നു. കരഞ്ഞൊന്നുമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ നേർന്നതായിരുന്നു തുലാഭാരം. ഡബിൾ മാർക്കർ ടെസ്റ്റ് നടത്തിയപ്പോൾ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നമ്മൾ പ്രൈവറ്റ് പോലെ പെട്ടെന്ന് കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് എന്താണ്, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ. അപ്പോൾ ആ 2 ദിവസം ഞങ്ങൾ നന്നായി ടെൻഷൻ അടിച്ച് റിസൾട്ടും കയ്യിൽ പിടിച്ച് അപ്പോൾ നേർന്നതാണ് ഞങ്ങൾ ഈ തുലാഭാരമൊക്കെ. അപ്പോൾ അങ്ങനെ അത് നിറവേറ്റാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. ഒരുപാട് നേർച്ച ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും വരാതെ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റി തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. തുലാഭാരം ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്പലം വലം വെക്കാൻ പോയി. നല്ല വെയിലായിരുന്നു. അപ്പോൾ അവളുടെ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വലം വെച്ച് തീർത്തത്. അപ്പോൾ അവിടെ നല്ലൊരു കുളമുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അത് കുറച്ച് നേരം കണ്ട് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടു. പോരുന്ന വഴിയിൽ വെച്ചാണ് കുട്ടിക്ക് വണ്ടിയിലിരുന്ന് ഞങ്ങൾ ഫുഡ് കൊടുത്തത്. പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് പമ്പയാർ. അപ്പോൾ പമ്പയാർ കാണാനായിട്ട് ഞങ്ങൾ മെല്ലെ പോയി. ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ അമ്മ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ വന്നാണ് ഞങ്ങൾ കുളിച്ചിട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഈ കടയിൽ നിന്ന് മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന ഓർമ്മയാണ് ഇതിലെ പാസ് ചെയ്തപ്പോൾ. അവിടെ തന്നെ അടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിലും പോയി ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി. എൻ്റെ അമ്മ ജനിച്ചു വളർന്ന നാടാണെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. തിരികെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഉച്ചയായപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.